ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ മിഞ്ഞാന്ന് രാത്രി ഞാൻ പറഞ്ഞില്ല തിങ്കളാഴ്ച ഇവിടെ ഒരു അത്യാവശ്യമുണ്ട് വീട്ടിൽ നിന്ന്. അപ്പോൾ അതിന് വന്നു തുണികളൊക്കെ കൊണ്ടുണ്ടൊക്കെ ഞാൻ തിരുമ്പിട്ടു. വയ്യ എനിക്കൊന്ന് നോമ്പുണ്ട് മിഹ്റാജിൻ്റെ. ചിലരെടുക്കും ചിലരെടുക്കില്ല. പലരും പല തരത്തിലല്ലേ ഭൂമിയിൽ. ഏതാണ് നല്ല സ്വാലിഹായ അമലിച്ച അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്ക് ചെറുപ്പം മുതലേ ചെയ്ത് ശീലിച്ചാൽ ചെയ്യാൻ പറ്റും. പെട്ടെന്നൊരു നിമിത്തത്തിൽ മാറിപ്പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മിഹ്റാജിൻ്റെ നോമ്പാണ്. നമുക്ക് കുട്ടിപ്രായം മുതൽ തന്നെ ഇങ്ങനെയുള്ള നമ്മളൊക്കെ ഭയങ്കര ഇതൊക്കെ ചെയ്യണതാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്ത് നോമ്പാണെന്ന് കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ട് എത്തി. പിന്നെ അത്താഴത്തിന് എണിച്ചപ്പോൾ കഴിക്കണം. അങ്ങനെ എണിച്ച് പിന്നെ ഇപ്പം കൊടുന്ന തുണികളൊക്കെ ബക്കറ്റിൽ സോപ്പ് പൊടിയിലിട്ട് വെച്ചിട്ട് അത്താഴം കഴിഞ്ഞ് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ തിരുമ്പിട്ടാണ് കേട്ടോ. ഇന്ന് ഫുള്ള് ക്ഷീണം, പറ്റണില്ല, എന്താ അറിയില്ല, ശരീരം മൊത്തം തളർന്ന് വയ്യ. മക്കളൊക്കെ വന്നു പോയി. അവർ വന്നപ്പോൾ നല്ല സന്തോഷം. 2 വേദന അങ്ങനെയൊക്കെ വയ്യ തോന്നിയപ്പോൾ ഞാൻ തുണികളൊക്കെ തിരുമ്പല് ഒരു നിസ്കാരം ലുഹ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഒരു കടത്തം കടന്നു. എന്നിട്ട് പിന്നെ ഞാൻ ലുഹർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഉണർന്നു. എന്നിട്ട് നിസ്കരിച്ചിട്ട് വീണ്ടും കടന്നിറങ്ങി. വാതിലൊക്കെ കുറ്റിയിട്ടിട്ട് ഒരാൾ വിളിക്കാൻ വെച്ചിട്ട്. അപ്പോൾ നമ്മളെ വീടിൻ്റെ ഓണർ തൊട്ടടുത്ത് തന്നെ ഒരു മുറ്റത്ത് അവൾ വിളിച്ചിക്കണു, റെജി വിളിച്ചിക്കണു, സൗദ വാതിൽ വന്നിട്ട് മുട്ടി വിളിച്ചിരിക്കണു. ഇത്ര മൂത്തമ്മാൻ്റെ മകള് ഇതാ ഫ്ലാറ്റിലുണ്ട്. അവൾ ഇന്ന് നോൽമ്പായതുകൊണ്ട് അവൾ ചെറുതായിട്ടൊരു ജോലിക്കൊക്കെ പോയി വന്നതിന് ശേഷം നൂലിപ്പുട്ടും കറിയൊക്കെ ഉണ്ടാക്കുകയാണല്ലോ അവിടെ. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇപ്പോൾ അവളിപ്പോൾ ഇറങ്ങി വരും. ഇവിടെ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. നമ്മളങ്ങനെയാണ് ചില സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് പോകും. കാരണം ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പിന്നെ അമ്മാമ്മൻ്റെ മകൾ നേരത്തെ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴും മന്തിയാണല്ലോ ഉണ്ടാക്കിയിരിക്കണെന്ന്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പാടെ ഇരുന്ന് നോൽമ്പ് തുറക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ തുണികളൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ട് മടക്കി വെച്ചിട്ട് ഞാൻ അമ്മാമ്മൻ്റെ മകളെ അടുത്തേക്ക് പോകും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നല്ല ഉഷാർ കൊടുക്കാൻ നോമ്പൊക്കെ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. എപ്പോഴും അള്ളാഹ്ക്ക് വേണ്ടി നോമ്പെടുക്കാനും ഒക്കെയുള്ള നല്ല ബുദ്ധിനെ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും നിലനിർത്തി തരട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുക. പിന്നെ കുഞ്ഞാറ്റ വന്ന് ഈ മുറ്റത്ത് കൂടെ ഒക്കെ കുറേ നടന്നു കേട്ടോ. കുഞ്ഞാറ്റ നല്ലൊരു ഇല്ലാത്തൊരു സംഭവമാണ്. അവളിങ്ങനെ ഓരോ കുഞ്ഞിക്കാലടി വെച്ച് നടക്കുമ്പോഴും ഞാൻ കാണുന്ന സ്വപ്നം എന്താണെന്നറിയോ? എൻ്റെ മകനെ, ഉമ്മാൻ്റെ ഉമ്മാൻ്റെ മകനില്ല, ഇവിടെ ഇല്ലല്ലോ, അവൻ്റെ കൈ കൊണ്ടൊന്ന് കോരി എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, അതിൻ്റെ മോന് കാണുകയാണെങ്കിൽ എന്തായിരിക്കും, ഇങ്ങനെയൊക്കെ ചിന്തകൾ ഇങ്ങനെ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉദിച്ചുകൊണ്ടേയിരിക്കും. അവൾ ഓരോന്ന് കാണിക്കുമ്പോൾ നല്ല രസം അവളെ കുസൃതികൾ കാണാനും അവൾ കാട്ടുന്നതും. ഒരു ചെറിയൊരു മാമാട്ടിക്കുട്ടിയമ്മ എന്ന് പറയാട്ടോ. നല്ല രസം അവളെ മുടിയൊക്കെ കാണാൻ. ഞാൻ എൻ്റെ പേരക്കുട്ടി ആയതുകൊണ്ട് തോന്നുന്നു എന്താ അറിയില്ല, എനിക്ക് നല്ല ഇഷ്ടം. എൻ്റെ എല്ലാ കുട്ടികളെയും ഇഷ്ടമാണ്. കുട്ടികളിനെ കയ്യിൽ കിട്ടിയ പൊതുവേ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് ചെവി കേൾക്കില്ല. അങ്ങനെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിലുപരിയായിട്ട് ഇഷ്ടം സ്വന്തം മകൻ്റെ കുട്ടിയല്ലേ. എൻ്റെ മോനെങ്ങനെ എല്ലാവരും പറയും എല്ലാം കുറേശ്ശൊക്കെ മറക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ മോനിൻ്റെ ഓരോരോ ഓർമ്മകൾ ഉണർത്താനായിട്ട് അള്ളാഹു തന്ന വലിയൊരു ഓർമ്മയാണ് കുഞ്ഞാറ്റ. നല്ല രസമാണ്. കുഞ്ഞാറ്റനെ കളിപ്പിച്ചിട്ട് അങ്ങനെ കുഞ്ഞാറ്റനായിട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. 2 ദിവസം ഉണ്ടായിരുന്നത്. പിന്നെ കുറേ ദിവസം ഉള്ള പോലെ ഞങ്ങൾ അതിനെ ചിലവഴിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ സന്തോഷമായിട്ട് അവർ പോയി. അവർക്കും അവിടെ മിഹ്റാജിൻ്റെ നോമ്പാണ്. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ നമ്മളുടെ റജബ്, ഷഹബാൻ, റമളാൻ അല്ലേ, നമ്മളെ ആ പോലീസൊക്കെ മാസത്തിൻ്റെ ഓർമ്മകളും ചിന്തകളും റമളാൻ അടുക്കാനായി, റമളാൻ വന്ന് ചേരാനായി എന്നുള്ള ഓരോ ചിന്തകൾക്കൊക്കെ എത്താനുള്ള അതിനുള്ള അവസരങ്ങളാണ് ഈ മാസങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു നമുക്കെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്ത് നല്ല രീതിയിൽ ജീവിച്ച് അങ്ങനെ നല്ല രീതിയിൽ തന്നെ മരിക്കാനും അള്ളാഹു ആവതാക്കട്ടെ. അപ്പോൾ ഇനിയും കുഞ്ഞാറ്റൻ്റെ വരവ് പ്രതീക്ഷിക്കുന്നു. കുഞ്ഞാറ്റ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പിന്നെ കുഞ്ഞാറ്റൻ്റെ അടുത്ത് ഞാൻ പോവും, ഞാൻ നിൽക്കും. എന്നിട്ട് എൻ്റെ ആഗ്രഹം പോലെയൊക്കെ കുഞ്ഞാറ്റനെ കുളിപ്പിച്ചു കൊടുക്കലും. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ അവളുടെ എല്ലാ കാര്യവും ഞാനാ ചെയ്യുക. മരുമകൾ പറയും ഉപ്പമ്മച്ചിൻ്റെ അടുത്തേക്ക് പോയിക്കോ പറയും. അങ്ങനെ എൻ്റെ മരുമകൾ എന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരു സംഭവമാണ്.
നന്മകളുടെ നിറക്കൂടാണ് എൻ്റെ മരുമകൾ. എങ്ങനെയും പറഞ്ഞ കാരണം അവൾ അങ്ങനെയാണ്. ഗഫൂന്നുള്ള ആ ഭാഗം ഫുള്ളും അവൾ എനിക്ക് ആ ഒരു സ്നേഹവും സന്തോഷം തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും നൽകി എൻ്റെ മകൾക്ക്. ഇനിയിപ്പോൾ എന്തെനിക്ക് തന്നാലും തന്നില്ലേലും എൻ്റെ മക്കൾക്ക് ഞാൻ നല്ലത് മാത്രമാണ് പ്രാർത്ഥിക്കണുള്ളൂ. അസ്സലാമു അലൈക്കും. വീഡിയോ കാണാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ആദ്യമായിട്ട് കണ്ട് മുട്ടുമ്പോഴും വീഡിയോ കാണുമ്പോൾ ആ പാവത്തിന് നമ്മളെ നൂർജാൻ്റെ അല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ നീക്കി വിടരുത്. വീഡിയോസിൽ വലിയ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.